വീട്ടിൽ പോയിട്ട് കാശ് മേടിച്ചിട്ട് ഉള്ള പരിപാടി. ആരാ പറഞ്ഞു? ഞാനാ പറഞ്ഞ എന്തിന്? എന്തിനാ? എന്താ കാരണം? പോടാ. സിനിമാ തിയേറ്ററിൽ ദൃഢം എന്ന് പറഞ്ഞിട്ട് സൈനികത്തിന്റെ ഒരു പടം റിലീസായിട്ടുണ്ടായിരുന്നു. പടം ഞങ്ങളൊക്കെ കണ്ടു. വളരെ നല്ല പടമാണ്, ഒരു സംശയമില്ല. തിയേറ്ററിൽ ആളുകളെ കാണാൻ വേണ്ടി ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് സൈനികം വന്ന സമയത്ത് ഒരു ചേട്ടൻ കുറച്ച് ആളുകളുടെ വലിയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊണ്ണനായിട്ടുള്ള ചേട്ടൻ, ഈ പൊണ്ണനായിട്ടുള്ള ചേട്ടനോട് പറയട്ടെ, നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കേ ഇഷ്ടപ്പെടാത്തുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൃഢം എന്ന് പറഞ്ഞ പടം ഉഗ്രം പടം തന്നെയാണ്. ഒടുക്കത്തെ ട്വിസ്റ്റാണ്. ക്ലൈമാക്സിലുള്ള ട്വിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അത്രക്കും ഗംഭീരമായിട്ട് ആ പടം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ ഒരു പടം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ മൈൻഡിന്റെ പ്രശ്നമാണ്, നിങ്ങളെ വൃത്തികെട്ട മൈൻഡിന്റെ പ്രശ്നമാണ്. അത് എന്നിട്ട് ആ ഒരു തിയേറ്ററിൽ നിന്ന് സൈനികം വന്ന സമയത്ത് എല്ലാവരും മുന്നിലും അത്രയും വലിയ ഒരു കലാകാരന്റെ മകൻ, അബിക്കന്റെ മകനായിട്ടുള്ള സൈനികത്തിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച് അതിലൂടെ ഒരു കുന്തളിപ്പ് തീർത്തപ്പോ നിനക്ക് എന്ത് തേങ്ങയാണ് മോനെ കിട്ടി? നീ ആരാ നിന്റെ വിചാരം? പിടിച്ച് ഉന്തി പുറത്താക്കില്ല, രണ്ട് അടി കൊടുത്ത് ഞാൻ പറഞ്ഞേക്കുക വേണ്ടിന്. ഇങ്ങനത്തെ വൃത്തിയിട്ട ആൾക്കാർ കാരണമാണ് ഇന്നത്തെ സിനിമ ഒന്നും അല്ലാണ്ടായി പോണേ. കാരണം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാണോ അർത്ഥം? എനിക്ക് ചില സിനിമകളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി കഴിഞ്ഞ് എനിക്ക് പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമ വലിയ രീതിയിൽ എനിക്കൊരു ലൈക്കായി തോന്നിയില്ല. ആ പ്രാഞ്ചിയേട്ടൻ നല്ല സിനിമ എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ വിചാരിച്ചത് എന്താ എനിക്ക് ഇഷ്ടപ്പെടാത്തത്? ഞാൻ എന്നിട്ട് എല്ലാവരോടും ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞെടുക്കുക, എനിക്ക് ആ പടം ഇഷ്ടമില്ല, ആ പടം ഇഷ്ടമില്ല. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. അത് കണ്ടിട്ട് വേണം സംസാരിക്കാൻ. നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നീ വലിയ ആ തിയേറ്ററിൽ ഇത്രയും ആൾക്കാരെ മുമ്പിൽ സൈനികത്തെ നാണം കെടുത്താൻ നോക്കില്ലേ? പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ വേണ്ടി.